വൈകുന്നേരം കറുമുറ കഴിക്കാൻ ഈസി ആയിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്തത്. ചില്ലി ഫ്ലേക്സിന് പകരം മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അയമോദകം കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് കയ്യിൽ വെച്ച് ക്രഷ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അയമോദകം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. ഇതിലേക്ക് 3 ടീസ്പൂൺ എണ്ണ കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ ആദ്യം യോജിപ്പിച്ചെടുക്കാം. എണ്ണ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വെള്ളം കുറച്ച് കുറച്ചായി ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. സാധാരണ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു സെമി സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് ആവശ്യമായിട്ടുള്ളത്. ഏകദേശം പൂരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിക്കുള്ള കൂട്ടാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇതുപോലെ കൂട്ട് തയ്യാറാക്കിയെടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂട്ട് ഈ ഒരു പാകത്തിലാണ് ഇരിക്കുന്നത്. ഇതൊരു 15 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇതിൻ്റെ നടുവിലേക്ക് പരട്ടാനായിട്ട് ഒരു നെയ്യിൻ്റെ ഒരു കൂട്ട് തയ്യാറാക്കുന്നുണ്ട്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിക്ക് പകരം മൈദയോ അല്ലാതെ കോൺഫ്ലോറോ ചേർക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് കട്ടിയായിട്ടുള്ള ഒരു പേസ്റ്റാണ് ആവശ്യമായിട്ടുള്ളത്. നമ്മളുടെ കൂട്ടി ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലപോലെ തന്നെ ഒന്നും കൂടെ നീഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ 4 ഉരുളകളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ പൊടിയൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഒട്ടും തന്നെ പറ്റിപ്പിടിക്കുകയൊന്നുമില്ല. ഈ ഒരു രീതിക്ക് പരത്തിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നെയ്യിൻ്റെ ആ ഒരു മിക്സ് നല്ലപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നടുവിൽ നിന്നും ഇതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം ഒന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തെടുത്ത് ഒന്ന് അമർത്തി വീണ്ടും ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. പരത്തുമ്പോൾ അരികുകളൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി വരുന്നതായിട്ട് തോന്നും. അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുമ്പോഴേക്ക് റെഡിയായി കിട്ടിക്കോളും. അപ്പോൾ ഈ ഒരു രീതിക്ക് കനം കുറച്ച് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് 12 ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കായിട്ട് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ പറ്റിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ ആ ഒരു സൈഡിൽ നിന്നും തുടങ്ങി റോൾ ചെയ്തെടുക്കാം. ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്തോളൂ. ആ ഒരു വെള്ളമാക്കിയത് കൊണ്ട് തന്നെ അത് നന്നായിട്ട് അവിടെ പറ്റിപ്പിടിച്ച് നിന്നോളും. ഈ ഒരു രീതിക്കാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് വേണം ഇതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇട്ട് കൊടുത്തു കഴിഞ്ഞ പാട് ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് ആക്കി വെച്ചോളൂ. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. എങ്കിൽ മാത്രമേ ഉള്ളോളം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ചൂടാറിയ ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയണേ.